7 ഭാഷകളിൽ അഭിനയിച്ച നടൻ അങ്ങ് ഹോളിവുഡിൽ എത്തിയ സ്റ്റൈൽ മന്നൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. 75-ന് നിറവിലാണ് സ്റ്റൈൽ മന്നൻ രജനികാന്ത്. 50 വർഷം മുമ്പ് 1975-ൽ അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രജനിയുടെ അരങ്ങേറ്റം. 170 സിനിമകൾ ഇതിനകം അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അഭിനയിച്ച നടൻ കൂടിയാണ് അദ്ദേഹം. തമിഴകം 7 ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രജനി അഭിനയിച്ച വിവിധ ഭാഷകളിലുള്ള സിനിമകൾ അറിയാം. ഇംഗ്ലീഷ് 1988-ൽ പുറത്തിറങ്ങിയ ബ്ലഡ് സ്റ്റോൺ എന്ന സിനിമയാണ് രജനിയുടെ ഇംഗ്ലീഷ് ചിത്രം. ഡേറ്റ് എച്ച് ലിറ്റിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്യാം സാബു എന്ന കഥാപാത്രമായിരുന്നു രജനി ചെയ്തത്. അദ്ദേഹം അഭിനയിച്ച ഏക ഹോളിവുഡ് ചിത്രവും ഇതുതന്നെ. കന്നഡ. ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന രജനിക്ക് കന്നഡ ഭാഷ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കത്തിൽ നിരവധി കന്നഡ ചിത്രങ്ങളുടെ ഭാഗമായി. കഥസംഗമ, ബാലു ജെയിനു, ഓൺട്രു പ്രേമ കന്ദേ അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ രജനി ഭാഗമായി. തെലുഗു 1976-ൽ അന്തുലേനി കഥ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രജനിയുടെ തെലുങ്കു അരങ്ങേറ്റം. ചിലകമ ചെപ്പടി, ടൈഗർ റാം, റോബർട്ട് റഹീം അടക്കമുള്ളവ രജനിയുടെ തെലുഗു ചിത്രങ്ങളാണ്. ഹിന്ദി അന്ധാ കാനൂർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രജനിയുടെ ബോളിവുഡ് അരങ്ങേറ്റം. ഗിറാഫ്താർ, ദോസ്തി, ദുഷ്മനി, ചാൽ ബോസ് അടക്കമുള്ള ചിത്രങ്ങളും രജനി അഭിനയിച്ചിട്ടുണ്ട്. മലയാളം അലാവുദ്ദീനും അത്ഭുതവിളക്കുമായിരുന്നു രജനിയുടെ ആദ്യ മലയാള സിനിമ. IV ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കമൽ ഹാസനും ഉണ്ടായിരുന്നു. മലയാളത്തിനൊപ്പം തമിഴിലും ഈ ചിത്രം റിലീസായി. CV രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഗർജനം എന്ന ചിത്രത്തിലും രജനി അഭിനയിച്ചു. ഈ സിനിമയിലെ മലയാളത്തിനൊപ്പം തമിഴിലും കന്നഡയിലും പുറത്തിറങ്ങി. ബംഗാളി 1995-ൽ പുറത്തിറങ്ങി ഭാഗ്യദേവത എന്ന ബംഗാളി ചിത്രത്തിലും രജനി അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഗസ്റ്റ് റോളിലായിരുന്നു സൂപ്പർ സ്റ്റാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ